ഹാഫിദ് ഇബ്നു അഹ്മദ് അൽ ഹകമി റഹിമഹുല്ലാ അവരുടെ കവിത സുല്ലമുൽ ഉസൂൽ ഇലാ മബാഹിസി ഇൽമിൽ ഉസൂൽ ഓഡിയോ 3. ഫസ്ൽ ഫി കൗനി തൗഹീദ് യൻഖസിമു ഇലാ നൗഅൈനി വബയാൻ النوع الأول وهو توحيد المعرفة والإثبات. ഫസ്ൽ ഇതൊരു പിരിവാണ്. ഈ കൗനി തൗഹീദ് ആകുന്ന വിഷയത്തിൽ യൻഖസിമു ഇലാ നൗഅൈനി, അത് 2 ഇനങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു. ബയാനിൻ നൗഇൽ അവ്വലി, അതിൽ ഒന്നാമത്തെ ഇനത്തെ സംബന്ധിച്ച് വിവരണവും അത് തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്, മഅരിഫത്തും ഇസ്ബാത്തും സംബന്ധിച്ച തൗഹീദ് ഒന്നു തന്നെ ഉള്ളൂ. അത് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വം തൗഹീദ് സംബന്ധിച്ച വിവരണമാണ്. അതിൻ്റെ ഒരു ഘടകം തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്. മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയാം, അള്ളാഹുവിനെ മനസ്സിലാക്കുക. ഈ ലോകത്തിന് ഒരു സൃഷ്ടികർത്താവുണ്ട്, അവൻ അള്ളാഹു ആണ് എന്ന ആ അറിവ് മഅരിഫത്ത്. വൽ ഇസ്ബാത്ത്, സ്ഥിരപ്പെടുത്തൽ, അള്ളാഹുവിൻ്റെ അസ്തിത്വം, അത് അള്ളാഹുവിൻ്റെ ദാത്ത് സിഫാത്തുകൾക്ക് അംഗീകരിക്കുക, ഇസ്ബാത്ത് സ്ഥിരപ്പെടുത്തുക. ജുഹൂദ് എന്ന് പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ്. ജുഹൂദ് ജഹദ, നിഷേധിച്ചു. അള്ളാഹുവിനെ നിഷേധിക്കാതെ അള്ളാഹു ഉണ്ട് എന്ന തത്വം അംഗീകരിക്കുക. ശ്രദ്ധിക്കുക കവിത. അവ്വലു വാജിബിൻ അലൽ ആബീദി മഅരിഫത്തുർ റഹ്മാനി ബിത്തൗഹീദി ഇദ് ഹുവ മിൻ കുല്ലിൽ അവാമിരി അഅ്ളമു വഹുവ നൗആനി അയാ മൻ യഫ്ഹമു ഇസ്ബാതു ദാതിർ റബ്ബി ജല്ല വഅലാ അസ്മാഇഹിൽ ഹുസ്നാ സിഫാതിഹിൽ ഉലാ. അവ്വലു വാജിബിൻ, ആദ്യം തന്നെ നിർബന്ധമുള്ളത്, അലൽ അബീദി, അടിമകളുടെ മേൽ, ദാസന്മാരുടെ മേൽ ആദ്യം തന്നെ നിർബന്ധമുള്ളത് മഅരിഫത്തുർ റഹ്മാൻ, അർ റഹ്മാനെ മനസ്സിലാക്കാനാണ്. അള്ളാഹു അർ റഹ്മാൻ, ഇതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് തന്നെ പറയുന്നത് അല്ലേ. അർ റഹ്മാൻ, കരുണാവാരിധിയായ അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്. ബി തൗഹീദ്, തൗഹീദ് കൊണ്ട്, അവൻ്റെ ഏകത്വം കൊണ്ട്. അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമല്ല, അള്ളാഹു ഏകനാണ്, അവൻ്റെ ദാത്ത് സിഫാത്തിനൊക്കെ അവൻ ഏകനാണ് എന്ന് മനസ്സിലാക്കാനാണ്. അവനെപ്പോലെ മറ്റാരുമില്ല, മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കണം. ഇത് കാരണം ഹുവ, അത്, മിൻ കുല്ലിൽ അവാമിരി, എല്ലാ കാര്യങ്ങളിലും വെച്ച് അഅ്ളമു, മുഖ്യമായതാണ്. ഏറ്റവും മുഖ്യമായ, ഏറ്റവും പ്രധാനപ്പെട്ട അഅ്ളമായ കാര്യമാണെന്ത്? തൗഹീദ് മനസ്സിലാക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളത്. വഹുവ നൗആനി, വഹുവ, അത്, ആ തൗഹീദ് എന്നതിന് നൗആനി, 2 ഇനങ്ങളാണ്. കാരണം അത് എൻ്റെ 2 ഘടകങ്ങൾ പറയണം. അയാ മൻ യഫ്ഹമു, ഫഹ്മ്, മനസ്സിലാക്കുന്നവനെ. ഇസ്ബാതു ദാതിർ റബ്ബി ജല്ല വഅല, ഒരു കാര്യം എന്താണ്? ഒന്നാമത്തെ ഘടകം ഇസ്ബാത്ത്, സ്ഥിരപ്പെടുത്തലാണ്. ദാതിർ റബ്ബി, റബ്ബിൻ്റെ ദാത്ത്, അള്ളാഹുവിൻ്റെ ദാത്ത്, അള്ളാഹു ഉണ്ട് എന്നത്. ജല്ല വഅല, ജല്ല, അവൻ ഉന്നതനായിരിക്കുന്നു, മഹാനായിരിക്കുന്നു. വഅല, അത്യുന്നതനായിരിക്കുന്നു, മഹാനായിരിക്കുന്നു, അത്യുന്നതനായിരിക്കുന്നു. അങ്ങനെയുള്ള അത്യുന്നതനും മഹാനുമായ റബ്ബിൻ്റെ ദാത്ത് സ്ഥിരപ്പെടുത്തലാണ്. മനസ്സിലായി നമ്മൾ വ്യക്തമായിട്ട്. അസ്മാഇഹിൽ ഹുസ്ന, അവൻ്റെ വിശിഷ്ടനാമങ്ങളും, അവൻ്റെ വിശിഷ്ടനാമങ്ങളെയും സ്ഥിരപ്പെടുത്തലാണ്. അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്ന, അതും സ്ഥിരപ്പെടുത്തി മനസ്സിലാക്കലാണ്. സിഫാത്തിഹിൽ ഉല, ഈ അസ്മാഉൽ ഹുസ്ന എന്താണ്? അവൻ്റെ അത്യുന്നതമായ വിശേഷണങ്ങൾ ആണ്. സിഫത്തുൻ ജമഅ് സിഫാത്ത് എന്നാണ്. ഉല, ഉന്നതമായ. വഅന്നഹുർ റബ്ബുൽ ജലീലുൽ അക്ബറു അൽ ഖാലിഖുൽ ബാരിഉ വൽ മുസവ്വിറു ബാരിൽ ബറായാ മുൻശിഉൽ ഖാലായിഖി മുബ്ദിഉഹും ബിലാ മിസാലിൻ സാബിഖി. അന്നഹു, നിശ്ചയം അവൻ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അർ റബ്ബ്, റബ്ബാണ്, സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, സംരക്ഷിക്കുന്നവനൊക്കെ ആയ റബ്ബാണ്.
അൽ ജലീലു മഹത്വമുടയ വളർമ്മ ഉടയവനാണ്. അൽ അക്ബറു ഏറ്റവും വലിയവനാണ്. അൽ ഖാലിഖു സൃഷ്ടികർത്താവാണ്. അൽ ബാരിഉ ഉണ്ടാക്കുന്നവൻ ആണ്, സൃഷ്ടാവ്. വൽ മുസവ്വിറു രൂപം കൊടുക്കുന്നവനാണ്. ഖൽഖ്, ബർഇ, തസ്വീർ ഇത് മൂന്നും ചെയ്യുന്നവനാണ്. ബാരിൽ ബറായ ബറായ സൃഷ്ടികളെ ഉണ്ടാക്കുന്നവനാണ്, സൃഷ്ടികളെ ഉണ്മയിൽ ആക്കുന്നവനാണ്, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നവനാണ്. മുൻഷി ഉൽ ഖലാഇഖി അതിനെ വിശദീകരിക്കുകയാണ്, സൃഷ്ടികളെ ഉണ്ടാക്കുന്നവൻ. മുബ്ദിഉഹും അവയെ പുതുതായി ഉണ്ടാക്കുന്നവൻ. ബിലാ മിസാലിൻ സാബിഖി മുൻ മാതൃകയില്ലാതെ, മിസാൽ മാതൃക, സാബിഖ് മുന്നേയുള്ള ഒരു മുൻ മോഡലില്ലാതെ സൃഷ്ടികളെ ഉണ്ടാക്കുന്നവനാണ്.